നമസ്കാരം. എല്ലാവർക്കും പണി കൊടുക്കുക എന്ന അജണ്ടയോടെ നടക്കുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്രംപിന് അപ്രതീക്ഷിതമായി പണി കൊടുത്തിരിക്കുകയാണ് ചൈന. യുഎസും ചൈനയും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ മത്സരങ്ങൾക്ക് പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. ട്രംപ് രാജ്യത്ത് നടപ്പാക്കി വരുന്ന കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന ആലോചനയിലാണ് ചൈന. ഇതിന്റെ ഭാഗമായി പുതിയൊരു വിസ പദ്ധതി, അതായത് കെ വിസ എന്ന പേരിൽ ചൈന അവതരിപ്പിക്കാൻ. ട്രംപ് രണ്ടാം തവണയും അധികാരത്തിലേറിയ മുതൽ കുടിയേറ്റക്കാരെന്നാൽ ട്രംപിനെ സാത്താൻ കുരിശിനെ കാണുന്ന പോലെയായിരുന്നു. എന്തായാലും ആ നയത്തിനിട്ട് തന്നെയാണ് ചൈനയുടെ എമ്മണ്ടൻ പണിയും എത്തിയത്. വിവിധ മേഖലകളിലെ മികച്ച പ്രതിഭകളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി കെ വിസ എന്ന പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ അമേരിക്ക കുടിയേറ്റത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകൾക്കായി തങ്ങൾ വാതിലുകൾ തുറന്നിടുകയാണ് ചൈന. പരമ്പരാഗതമായ കുടിയേറ്റത്തിനെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമായിരുന്നു ഈ ചൈന. ഈ സാഹചര്യത്തിലാണ് പുതിയ നയമാറ്റം ശ്രദ്ധേയമാകുന്നത് കൂടി. വിദഗ്ധ തൊഴിലാളികൾക്ക് യുഎസ് വിസ ചട്ടങ്ങൾ കർശനമാക്കുമ്പോൾ ചൈന അതിർത്തികൾ തുറക്കുകയാണ്. യുഎസ് തെക്ക് രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയം കണക്കാക്കപ്പെടുന്നത്. ഈ നയത്തിൽ യുഎസ് തുടരുകയാണെങ്കിൽ അത് ചൈനയുടെ വളർച്ചയ്ക്ക് സഹായകമാകും. ട്രംപിന്റെ ഭരണകൂടം H-1B വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തി കാർക്കശ്യം കൊണ്ടുവരാൻ പദ്ധതിയിടുകയാണ്. ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള നടപടികൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എക്കാലത്തും വിദേശികളുടെ വരവിനെ സംശയത്തോടെ വീക്ഷിക്കുകയും അല്പം അകറ്റി മാത്രം നിർത്തുകയും ചെയ്യുന്നതാണ് ഈ ചൈന ഇപ്പോൾ വിദേശ കുടിയേറ്റക്കാരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പോകുന്നതും. 2020 വരെ ഏകദേശം 10,000 സ്ഥിര താമസ പെർമിറ്റുകളാണ് ചൈന നൽകിയത്. അതേസമയം യുഎസിൽ ഇതേ കാലയളവിൽ ദശലക്ഷക്കണക്കിന് താമസ പെർമിറ്റുകൾ നൽകി. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പുതിയ വേതനാധിഷ്ഠിത H-1B വിസ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. വൻ തുക ശമ്പളമായി ലഭിക്കുന്നവർക്ക് മാത്രമേ യുഎസ് വിസ നൽകേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ട്രംപിന്റേത്. അഥവാ യുഎസിൽ ഇല്ലാത്ത ടാലന്റിനെ വലിയ തുകയ്ക്ക് കൊടുക്കേണ്ടി വരികയാണ് എങ്കിൽ മാത്രം മതി പുറത്തുനിന്ന് ഇറക്കുമതി എന്നതാണ് നയവും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ യുവ പ്രൊഫഷണലുകൾക്ക് ലക്ഷ്യമാക്കിയാണ് ചൈന കെ വിസ അവതരിപ്പിക്കുന്നത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ നിയമം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കെ വിസ ഉടമകൾക്ക് കൂടുതൽ പ്രവേശന അനുമതിയും താമസ കാലാവധിയും ലഭിക്കും. സർക്കാർ പറയുന്നത് ഇപ്രകാരമാണ്: ചൈനയുടെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണ്. വികസിച്ചു കൊണ്ടിരിക്കുന്ന ചൈനയുടെ അന്തരീക്ഷം പുറത്തുള്ളവർക്ക് വലിയ അവസരങ്ങളാണ് തുറന്നുകൊടുക്കുന്നത്. ചൈന മറ്റ് വിസ നിയമങ്ങളിലും ഇളവ് വരുത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടെ 75 രാജ്യങ്ങളുമായി വിസ രഹിത പ്രവേശന, പരസ്പര വിസ ഒഴിവാക്കൽ കരാറുകൾ ചൈന എത്തിയിട്ടുണ്ട്. നാഷണൽ ഇമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 2025 ആദ്യ 6 മാസത്തിൽ വിദേശികൾ 38.05 ദശലക്ഷം യാത്രകൾ ചൈനയിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 30.2% കൂടുതലാണ്. അഥവാ ചൈന കൂടുതൽ പേരെ രാജ്യത്തിലേക്ക് ആകർഷിക്കുകയാണ് എന്ന് അർത്ഥം. ഇന്ത്യക്കാർക്ക് അവസരമുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം കയ്യിലുണ്ട്. തീർച്ചയായും അവസരമുണ്ട് എന്നു തന്നെയാണ്. യുഎസിന്റെ വിസ നയങ്ങൾ ഏറെ ബാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ യുഎസിലേക്കുള്ള ഏറ്റവും വലിയ തൊഴിൽ കയറ്റുമതി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ തന്നെയാണ്. ചൈനയുടെ പുതിയ നയം ടെക്നോളജി രംഗത്തെ വിദഗ്ധരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരം നൽകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അടുത്തിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ ഏറെ മെച്ചപ്പെട്ടിട്ടുമുണ്ട്. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ യുഎസിലേക്ക് ഇന്ന് പോകുന്നത് പോലെ യുവാക്കൾ നാളെ ചൈനയിലേക്ക് പോകുമെന്നതും സംഭവിക്കും. ഈ രംഗത്തെ പല വിദഗ്ധരും പറയുന്നത് യുഎസിന്റെ പുതിയ നയങ്ങൾക്ക് ചൈനയ്ക്ക് വലിയ അവസരങ്ങളാണ് നൽകുന്നത് എന്നാണ്.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച